ഹലോ എവ്രിവൺ, ഇന്ന് ഞാൻ വീഡിയോ പറയുന്നത് എങ്ങനെയാണ് ഒരു പോസ്റ്ററിൻ്റെ താഴെ ഒരു ബട്ടൺ കൊടുക്കുക എന്നാണ്. ഇപ്പോൾ ഒരുവിധം എല്ലാ പോസ്റ്ററിൻ്റെ താഴെ ഇപ്പോൾ ഇങ്ങനെ ഒരു ബട്ടൺ കൊടുക്കുന്ന ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്ത് നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ ഫോണിൽ ഫേസ്ബുക്ക് കൊടുക്കുക. ഫേസ്ബുക്കിൻ്റെ മേലെ നമ്മളെ മുഖം കാണുന്ന ഓപ്ഷൻ ഇല്ല, അവിടെ 3 വര കാണും. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഒരു പേജ് ആക്കണം. പേജിലൂടെ മാത്രമേ നമുക്ക് ബട്ടൺ കൊടുക്കാൻ പറ്റുള്ളൂ. പേജ് അറിയാനാക്കുന്ന ഒരാൾ ഒരു പേജസ് എന്നുള്ള ഓപ്ഷനിൽ പേജസിൽ നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗെറ്റ് സ്റ്റാർട്ടഡ് അവിടെ വാട്ട് ഇസ് ദ നെയിം ഓഫ് നമുക്ക് നിങ്ങളുടെ പേജ് നെയിം കൊടുത്തിട്ട് നമുക്കൊരു പേജ് ആക്കാം. നമുക്ക് സാധാരണ പേജ് ആക്കുന്നത് ബിസിനസ് ആവശ്യത്തിന് നമ്മൾ പേഴ്സണൽ പ്രൊഫഷണൽ ആവശ്യത്തിനാണ് പേജ് ആക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പേജ് ആക്കണം. അവിടെ പേര് കൊടുത്ത് നമുക്കൊരു ക്രിയേറ്റ് കൊടുക്കുന്ന ഒരു പേജ് ആവും. അതേപോലെ ഒരു പേജ് ആക്കണം. അപ്പോൾ ഞാനൊരു പേജ് ആക്കിയിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എൻ്റെ പേജിലാണ് ചെയ്തത്. അപ്പോൾ ഞാനൊരു ആർട്സ് എക്സ്പ്ലോർ എന്നുള്ളൊരു പേജ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പേജ് അങ്ങനെ പേജിൽ ഞാനൊരു സ്കൂളിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്തൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് താഴെ കോൾ നൗ എന്നുള്ള ഓപ്ഷനുണ്ട്. അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. കോൾ നൗവിൽ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുന്ന ഫോൺ നമ്പർ അവിടെ കാണാൻ പറ്റും. അതേപോലെ നമുക്ക് ഇങ്ങനൊരു ബട്ടൺ നമുക്ക് പോസ്റ്റിൻ്റെ താഴെ കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് താഴെ കോൾ എന്നുള്ള ഓപ്ഷൻ. അങ്ങനെ കോൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് നമ്പറിലേക്കാണോ വിളിക്കുന്നത് വെച്ചാൽ നമുക്ക് കോളിലേക്ക് കോൾ പോകും. അതേപോലെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ പേജ് എടുക്കുക. ഞാനിപ്പോൾ ആർട്സ് എക്സ്പ്ലോർ എന്നുള്ളൊരു പേജ് ഉണ്ട്. ആ പേജ് എടുത്തിട്ട് നേരെ നമ്മൾ സാധാരണ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നില്ല, ഇവിടെ ഫോട്ടോസിൽ വെച്ചിട്ട് അത് ക്ലിക്ക് ചെയ്യും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ എൻ്റെ ഒരു പിക്ചറുണ്ട്, ഒരു വർക്കിംഗ് ക്രാഫ്റ്റ് എന്നുള്ള ആ പിക്ചറാണ് പോസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ പേജിലാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ താഴെ ഈ ബ്ലാക്ക് കളറിൽ 3 ഡോട്ട് കണ്ട ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യാം. താഴെ കണ്ടെങ്കിൽ കുറേ ഒരു കോൺടാക്ട്സിലാണ് താഴെ 3 ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വരും. ഇങ്ങനെ വന്നിട്ട് നമുക്ക് നിങ്ങൾക്ക് മെസ്സഞ്ചറിൽ മെസ്സേജ് വേണമെങ്കിൽ കൊടുക്കുക. വാട്സപ്പ് മെസ്സേജ് വേണമെങ്കിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ഡയറക്റ്റ് വരും. കോളിലാണെങ്കിൽ ഡയറക്റ്റ് കോളിലേക്ക് പോകും. ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷനിൽ കൊടുക്കുക. ഞാനിപ്പം ഗെറ്റ് മെസ്സേജ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ താഴെ ഇങ്ങനെ നമ്മൾ പോസ്റ്ററിൻ്റെ താഴെ ഇങ്ങനെ സെൻഡ് മെസ്സേജ് എന്നുള്ള ഓപ്ഷൻ വരും. അതിൻ്റെ ഒരു ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ പോസ്റ്റ് ഷെയർ ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ മെസ്സേജ് നമുക്ക് നോക്കാം, ഇത് പോസ്റ്റ് സെറ്റിങ്സ് പോയിട്ട് ഇത് പോസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഈ ആർട്സ് എക്സ്പ്ലോർ എന്നുള്ളത് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റും. ഫ്രണ്ട്സിന് ഷെയറിനും എല്ലാം പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുള്ളത് ചെയ്ത് വെക്കുക. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ പോസ്റ്റിൽ എങ്ങനെ വരുമെന്ന് കാണിച്ചു തരാം. ആദ്യം അത് നമ്മുടെ ഈ ആർട്സ് എക്സ്പ്ലോർ എന്നുള്ള ആ ബട്ടണിൽ കാണുന്ന ബട്ടണിൽ നേരെ സൈറ്റ് എടുക്കുക. താഴെ ഇത് ഞാൻ മുന്നേ ചെയ്തതാണ് കോളെന്നുള്ളത്. ഇപ്പോൾ ഒന്നും കൂടി നമുക്ക് റീലോഡ് ചെയ്ത് വെക്കാം. റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും. റീലോഡ് ചെയ്യണം. റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണിക്കുന്നു. ഇതൊന്ന് റീലോഡ് ചെയ്ത് വെക്കാം. റീലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് വരും. ഒന്നുകൂടി റീലോഡ് ചെയ്ത് വെക്കാം. അത് വന്നിട്ടുണ്ട്. സെൻഡ് മെസ്സേജ് എന്നുള്ള ബട്ടൺ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സെൻഡ് മെസ്സേജ് എന്നുള്ള ബട്ടൺ കൊടുത്ത് ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളെ പോസ്റ്ററിൻ്റെ താഴെ ഇതേപോലെ ഓപ്ഷൻ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.